ഇത്തവണത്തെ ഓണാഘോഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രശംസ നേടിയ ഒരു പത്ര ഫോട്ടോ ഉണ്ട്. പാളയം പള്ളിയും ജുമാ മസ്ജിദും ക്ഷേത്രവും ഡിജിറ്റൽ മാവേലിയുമെല്ലാം ഒറ്റ ഫ്രെയിമിൽ വരുന്നതാണ് ഈ ഫോട്ടോ. അപൂർവ ഫ്രെയിമിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് വിശദീകരിക്കുകയാണ് പ്രശസ്ത ഫോട്ടോഗ്രാഫർ ബി ജയചന്ദ്രൻ. ഓണത്തിന്റെ ഐക്യവും ആഘോഷവും പ്രതീക്ഷയുമെല്ലാം ഒരൊറ്റ ക്ലിക്കിൽ. ഓണാഘോഷത്തിന്റെ ഡ്രോൺ ഷോ നടക്കുന്നതിനിടെ ഉയരമുള്ള ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് പകർത്തിയതാണ് ഈ ഫോട്ടോ. ക്ഷേത്രം, മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി എല്ലാം ചേർന്ന് അതിനെന്തെങ്കിലും ഒരു കമ്പോസ് ചെയ്തൊരു ഫ്രെയിം എടുക്കാമെന്ന് പറഞ്ഞാൽ വെറുതെ നമ്മളതിൻ്റെ മുകളിലൊരു ബിൽഡിങ്ങിന് മുകളിൽ കയറി. അപ്പോൾ നല്ല രസമുണ്ട്, ഇങ്ങനെ കാണുന്നുണ്ട്, വണ്ടികളൊക്കെ പോകുന്നു, നല്ല ഫ്ലോ കാണുന്നുണ്ട്. ഞാനൊരു അരമണിക്കൂർ മുമ്പ് ഞാൻ എത്തിയപ്പോൾ ഒരു ഫാമിലി അവിടെ അതിന് മുകളിൽ കാണാൻ വന്നിരുന്നു. ഒരു കുട്ടിയെ തോളിലെടുത്ത് വെച്ച് ഈ കാണുന്നൊരു ഇത്. അപ്പോൾ ഞാൻ 2-3 എടുത്തായിരുന്നു. അപ്പോൾ അതിൽ മഹാബലി വരുന്നതാണ് അതിനകത്ത്. പിന്നെ ഓണത്തിൻ്റെ ഒരു മൂഡ്, ആ ലൈറ്റ്, ഡ്രോൺ ഷോ ആദ്യമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ വരുന്നത്. അതിൻ്റെ കൗതുകം അതിനകത്തുണ്ട്. മന്ത്രിമാരും മറ്റു പ്രമുഖരും ഉൾപ്പെടെയുള്ളവർ ഫോട്ടോ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവച്ചു. മണിക്കൂറുകൾ കൊണ്ട് ചിത്രം ചർച്ചയായി. മിനിസ്റ്റർ ചോദിച്ചു, 2-3 മിനിസ്റ്റർ ചെയ്തു. പിന്നെ പല സുഹൃത്തുക്കൾ, വിദേശത്തുള്ള സുഹൃത്തുക്കൾ, അവരൊക്കെ ഷെയർ ചെയ്തു. മെട്രോ വാർത്ത ഫോട്ടോഗ്രാഫറായ KB ജയചന്ദ്രന് തന്നെയാണ് ഓണാഘോഷം മികച്ച ഫോട്ടോഗ്രാഫർക്കുള്ള സർക്കാർ പുരസ്കാരം ലഭിച്ചതും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.